രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. കർണാടകയിലെ ആലന്ത് മണ്ഡലത്തിൽ 24 വോട്ടുകൾ മാത്രമാണ് നീക്കിയത്. ബാക്കിയുള്ള 5994 അപേക്ഷകൾ വ്യാജമെന്ന് കണ്ടെത്തിയെന്ന് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ച് തെളിവുകളും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിട്ടിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്നും. ബൽറാം, എന്തൊക്കെയാണ് കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വിശദീകരണം ഇക്കാര്യത്തിൽ? ഈ അവിടുത്തെ അന്വേഷണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നല്ലോ. അതിനൊക്കെ മറുപടി ഉണ്ടോ ഈ വിശദീകരണത്തിൽ? വിജയകുമാർ, കൃത്യമായ മറുപടിയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ ഓരോന്നിലും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് പ്രവർത്തകരായ 6018 പേരുടെ വോട്ടുകൾ നീക്കം ചെയ്തു എന്നുള്ളതായിരുന്നു. കൂടാതെ ഈ നീക്കം ചെയ്തവർക്ക് അത് ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ നീക്കം ചെയ്തു എന്നും അവർക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ സംരക്ഷണം ഒരുക്കുന്നു എന്നും അന്വേഷണവുമായി അദ്ദേഹം സഹകരിക്കുന്നില്ല, 18 തവണ 18 മാസങ്ങൾക്കിടെ കത്തയച്ചിട്ടും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ 6018 അപേക്ഷകൾ, ഈ വോട്ടുകൾ അല്ലെങ്കിൽ പരാതികൾ വോട്ടർമാർക്കെതിരെ ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുന്നു. എന്നാൽ അതിൽ 24 അപേക്ഷകൾ മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തുകയും ആ 24 വോട്ടുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ബാക്കിയുള്ള 5994 പരാതികൾ തെറ്റാണെന്ന് കണ്ടെത്തി അവയ്ക്കെതിരെ നടപടിയെടുത്തില്ല. കൂടാതെ ഇതിൽ ക്രമക്കേട് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി. അത് ആലന്ത് പോലീസ് സ്റ്റേഷനിലെ FIR നമ്പർ 26/2023 എന്ന അതാണ് FIR നമ്പർ എന്നും ഫെബ്രുവരി 21 തന്നെ പരാതി നൽകിയിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പമാണ് ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള രാഹുലിന്റെ ആരോപണത്തോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ലോഗിൻ ID വിശദാംശങ്ങൾ, മൊബൈൽ നമ്പറുകൾ, IP വിലാസം, അപേക്ഷകന്റെ സ്ഥലം, ഫോം സമർപ്പിക്കൽ തീയതി അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ ലഭ്യമായ മുഴുവൻ തെളിവുകളും പോലീസ് സൂപ്രണ്ട്, കൽബുർഗി ജില്ലയിലെ പോലീസ് സൂപ്രണ്ടിന് മുമ്പാകെ സമർപ്പിച്ചിരുന്നുവെന്നും പോലീസ് അഭ്യർത്ഥിച്ച കൂടുതൽ വിവരങ്ങളും കൈമാറിയിരുന്നുവെന്നും കൂടാതെ ഈ അന്വേഷണ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും മീറ്റിംഗുകൾ നടത്തിയിരുന്നുവെന്നും കർണാടക തെരഞ്ഞെടുപ്പ് ഓഫീസർ അന്വേഷണ ഏജൻസിക്ക് മറ്റ് മുഴുവൻ സഹായങ്ങളും വിവരങ്ങളും രേഖകളും കൈമാറിയിട്ടുണ്ട് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണത്തിൽ വ്യക്തമാകുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ കർണാടക തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇതോടെ രാഹുൽ ഉന്നയിച്ച ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ 6018 വോട്ടുകൾ നീക്കി എന്ന ആരോപണവും ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള ആരോപണവും ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതേസമയം ഈ സൂര്യകാന്ത് എന്ന വ്യക്തിയുടെ പേരിൽ ഉള്ള മൊബൈൽ നമ്പറിൽ നിന്നും ആണ് ഈ 12 വോട്ടുകൾ നീക്കം ചെയ്തത് എന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി സൂര്യകാന്തിനെ തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയും താൻ അറിയാതെയാണ് തന്റെ പേരിലുള്ള നമ്പറിൽ നിന്നും ഇത്തരത്തിലുള്ള ലോഗിൻ നടന്നതും നീക്കം ചെയ്തതുമെന്നും സൂര്യകാന്ത് വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴും അവ്യക്തത തുടരുന്നു. അത് പോലീസ് അന്വേഷണത്തിൽ മാത്രമായിരിക്കും വ്യക്തമാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബോധ്യമാകുന്നത്. അതേസമയം രാഹുലിന്റെ ആരോപണങ്ങൾ സംബന്ധിച്ച് പൂർണ്ണമായ വ്യക്തത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു വിശദീകരണ കുറിപ്പിലൂടെ വരുത്തിയിരിക്കുകയാണ്. വിജയകുമാർ, യെസ്, ആകെ നീക്കിയിരിക്കുന്നത് 24 വോട്ടുകൾ മാത്രമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബാക്കിയുണ്ടായിരുന്ന 5994 അപേക്ഷകൾ അത് വ്യാജമാണ് എന്ന് കണ്ടെത്തുകയും അത് നിരാകരിക്കുകയും ചെയ്തുവെന്ന് കർണാടക തെരഞ്ഞെടുപ്പ് ഇലക്ടറൽ ഓഫീസർ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട്, അതിൻ്റെ രേഖകൾ അവിടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നതടക്കം കൂടുതൽ വ്യക്തത വരുത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പ് ചെയ്തിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.